നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. സ്നേഹത്തിനും സൗഹൃദത്തിനും ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാനുള്ള ശക്തിയുണ്ട്. കേൾക്കാം ഇന്നത്തെ ശുഭദിന ചിന്ത. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ, അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. 2015 മയാമിയിലെ ഒരു കോടതി മുറിയിൽ ജഡ്ജ് മിൻഡി ഗ്ലേസർ ഇരിക്കുന്നു. ആർതർ ബൂത്ത് എന്ന പേരുള്ള ഒരു കുറ്റവാളി പ്രതിക്കൂട്ടിൽ വന്നു. മിൻഡി ഗ്ലേസർ അയാളോട് കേസ് സംബന്ധമായ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. മോഷണം, പിടിച്ചുപറി, പോലീസിനെ ആക്രമിക്കുക തുടങ്ങി നിരവധി കുറ്റങ്ങൾ ആർതറിന് മേൽ ചുമത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ മിൻഡി ഗ്ലേസർക്ക് ഈ കുറ്റവാളിയെ നല്ല പരിചയം തോന്നി. ആർതർ പഠിച്ചത് എവിടെയാണെന്ന് മിൻഡി ഗ്ലേസർ ചോദിച്ചു. ആർതർ ബൂത്ത് താൻ പഠിച്ച സ്കൂളിന്റെ പേര് പറഞ്ഞു. ഒരേ ക്ലാസ് റൂമിലിരുന്ന് പഠിച്ച കൂട്ടുകാരനാണ് ആർതർ എന്ന് മിൻഡി ഗ്ലേസറിന് മനസ്സിലായി. ആർതറും അത് തിരിച്ചറിഞ്ഞു. അത് ആർതർ ബൂത്ത് എന്ന കുറ്റവാളിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അയാൾ കോടതി മുറിയിൽ പൊട്ടിക്കരഞ്ഞു. തന്റെ ബാല്യകാല സുഹൃത്തിനെ രക്ഷിക്കണോ അതോ നിയമം അനുശാസിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കണോ? മിൻഡി ഗ്ലേസർ ചിന്താക്കുഴപ്പത്തിലായി. അവർ കോടതിക്കകത്തുള്ള തന്റെ സഹപ്രവർത്തകർക്കെല്ലാം ആർതറിനെ പരിചയപ്പെടുത്തി. ബൂത്ത് ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ കുട്ടിയായിരുന്നു എന്നും ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്നും ഒരുമിച്ച് ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് എന്നെല്ലാം അവർ തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ബൂത്തിനെ കാണേണ്ടി വന്നതിൽ വലിയ വിഷമമുണ്ടെന്നും മിൻഡി ഗ്ലേസർ കൂട്ടിച്ചേർത്തു. ഇതുകൂടി കേട്ടപ്പോൾ ആർതറിന് തന്റെ സങ്കടം സഹിക്കാനായില്ല. യഥാർത്ഥത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ മിടുക്കനായിരുന്ന ബൂത്ത് പഠിത്തം കഴിഞ്ഞതിന് ശേഷം പല സാഹചര്യങ്ങളിലും പെട്ട് ഡ്രഗ്സിന് അടിമപ്പെട്ട് ഒരു കുറ്റവാളിയായി മാറിയതായിരുന്നു. അങ്ങനെ $40,000 ബോണ്ടിൽ ബൂത്തിന് ജാമ്യം അനുവദിച്ചു. ഒപ്പം 10 മാസത്തെ ജയിൽ ശിക്ഷയ്ക്കും വിധിച്ചു. പക്ഷേ ഈ 10 മാസത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മിൻഡി ഗ്ലേസറുടെ നിർദ്ദേശപ്രകാരം ഒരു ഡ്രഗ് ട്രീറ്റ്മെന്റിന് ബൂത്തിനെ പറഞ്ഞയച്ചു. ഡ്രഗ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം അവിടെ മിൻഡി ഗ്ലേസർ ഉണ്ടായിരുന്നു. ഒപ്പം അവിടെ ബൂത്തിനോട് പിണങ്ങിപ്പോയ ഭാര്യയും. ആർതർ ബൂത്ത് എന്ന കുറ്റവാളിയുടെ ജീവിതം അവിടെ നിന്ന് മാറുകയായിരുന്നു. ഒരു നല്ല സുഹൃത്ത് വിചാരിച്ചാൽ ഒരാളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. സ്നേഹത്തിനും സൗഹൃദത്തിനും ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ സാധിക്കും. മറ്റൊരു നല്ല സുഹൃത്താകാൻ നമുക്കും സാധിക്കട്ടെ. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.